കുഴപ്പമില്ല. അവിടെയാണ് ഞങ്ങൾ സ്ഥിരം മാങ്ങ മോഷ്ടിക്കുന്ന സ്ഥലം. അവിടെയോ? അല്ല അവിടെ അവിടെ ഇത് സ്ഥിരം നമ്മൾ ഇവിടെയാണല്ലോ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പൊ ഈ സമ്മർ വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ടൈം ആയിരിക്കും. അപ്പൊ ഇപ്പോഴാണ് ഇതൊക്കെ ഭയങ്കര മോഡേണൈസ് ആയത്. പണ്ട് അങ്ങനെയൊന്നും അല്ല. വീട് മൊത്തൊക്കെ പെയിന്റൊക്കെ പോയി ഓടി നടക്കുന്നത്. അപ്പം നമ്മൾ എന്റർടൈൻമെന്റ് റെസ്റ്റ് മാങ്ങ പറിക്കൽ, വേറെ അപ്പുറത്തെ വീട്ടിലൊരു ജാമ്പയ്ക്ക മരം ഉണ്ട്, അവിടെ ജാമ്പയ്ക്ക ചാടി പറിക്കൽ, ഇതൊക്കെയായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ്. പിന്നെ എറിബോൾ നടത്തും അകത്ത്. അപ്പം ചിലപ്പോൾ ബോളൊക്കെ അവിടെ നിന്ന് ഈ മതിലിന് അങ്ങോട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഇറങ്ങിയൊക്കെ ഓടി നടക്കും. ഇപ്പൊ അകത്തോട്ട് പോവാണെങ്കിൽ ഫുൾ ചെക്കിങ് ഇല്ലാണ്ട് അകത്തോട്ട് പോകില്ല. അതുകാരണം ക്ഷേത്രത്തിൽ വരവ് കുറച്ച് കുറവാണ്. എന്റെ പപ്പുസ്വാമി എന്ന് പറയും. വീട്ടിൽ അമ്മ ഇവിടെ പോകുന്നത് പപ്പുനെ കാണാൻ പോകുന്നു. അങ്ങനെയായിരുന്നു. തോന്നുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാവടയും ബ്ലൗസ് ഒക്കെ ഇട്ട് ഓടി വരുന്ന നമ്മൾ ഇപ്പൊ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതിന്റെ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എത്ര നാളെ വന്നിട്ട് എക്സിഷൻ പേടിച്ചിട്ടല്ലേ ചുമ്മാ തോക്കും കൊണ്ട് വരും അടുത്ത്. ഇത് കാണുമ്പോൾ തന്നെ മുട്ട കഴിയാൻ. അതാണ് ഓർമ്മകൾ. നിങ്ങൾ ടെമ്പിളിലൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. സോ എനിക്കെന്തോ ഇവിടെ വരുമ്പോൾ ഒരു രോമാഞ്ചം. അർച്ചനായിട്ട് എത്ര വർഷമായി സൗഹൃദം? 7 years or 8 years. ഞാൻ പൊതുവെ ഫ്രണ്ട്സിന് ലൈക്ക് പഴയ കാലത്ത് പഴയ തൊട്ടേ ഉള്ള ഫ്രണ്ട്സിനെ എപ്പോഴും കീപ്പ് ചെയ്യുന്ന. നമ്മൾ ഇടയ്ക്കൊരു ബ്രേക്ക് വരും, അല്ലെങ്കിൽ അവർ ബിസി ആവുന്ന സമയത്ത് ബ്രേക്ക് അല്ല, ഇടയ്ക്കിടയ്ക്ക് പിങ് ചെയ്യും. ചത്തോ എന്നൊക്കെ പിങ് ചെയ്യും. പക്ഷെ ചാവാൻ കിടക്കുന്ന സമയത്തും ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. തിരിച്ചും അവരുടെ ഹാർഡ് ടൈംസിലും നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്.